ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 28 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 29-ാമത്തെ ശ്ലോകം നോക്കാം. ബുദ്ധേർഭേദം ധൃതേശ്ചൈവ ഗുണതസ്ത്രിവിധം ശൃണു പ്രോച്യമാനമശേഷേണ പൃഥക്ത്വേന ധനഞ്ജയ. ഹേ ധനഞ്ജയ, അർജുന, ബുദ്ധിയുടെയും ധൃതേച്ച ഏവ ധൈര്യത്തിൻ്റെയും അഥവാ നിശ്ചയദാർഢ്യത്തിൻ്റെയും ഗുണതഃ ഗുണങ്ങൾ കാരണമായുള്ള ത്രിവിധം ഭേദം 3 വിധം ഭേദങ്ങളെ, 3 വിധത്തിലുള്ള വ്യത്യാസങ്ങളെ പൃഥക്ത്വേന വേറെയായി അശേഷേണ ഒന്നും ശേഷിക്കാത്ത വിധത്തിൽ അഥവാ മുഴുവനായും പ്രോച്യമാനം പറയുന്നത് ശൃണു, നീ കേട്ടുകൊള്ളുക. ഇനി ബുദ്ധി, നിശ്ചയദാർഢ്യം ഇവ ഈ ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ എപ്രകാരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഭഗവാൻ പറയാൻ പോകുന്നത്. കഴിഞ്ഞ ശ്ലോകങ്ങളിലെല്ലാം കർത്താവ്, കർമ്മം, ജ്ഞാനം അങ്ങനെയുള്ള കാര്യങ്ങളിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ഈ ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് വിവരിച്ചത്. ഇനി ബുദ്ധി, അതുപോലെ നിശ്ചയദാർഢ്യം ഇവ ഈ ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതാണ് ഭഗവാൻ പറയാൻ പോകുന്നത്. ഭഗവാൻ പറയുകയാണ്, ഹേ അർജുന, ഒരുവൻ്റെ ബുദ്ധിയുടെയും ദൃഢനിശ്ചയത്തിൻ്റെയും ത്രിഗുണങ്ങൾ കാരണമായുള്ള 3 വിധത്തിലുള്ള ഭേദങ്ങളെ അഥവാ വ്യത്യാസങ്ങളെക്കുറിച്ച് ഞാൻ ഇനി വിശദീകരിക്കാം. നീ അത് കേട്ടാലും. ത്രിഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസൃതമായി ഒരുവൻ്റെ ബുദ്ധിയും നിശ്ചയദാർഢ്യവും സ്ഥൈര്യവുമെല്ലാം വ്യത്യസ്തമായിരിക്കും. ആ വ്യത്യസ്തത എങ്ങനെയാണ് എന്ന് ഞാൻ വിശദീകരിക്കാൻ പോവുകയാണ്. നീ അത് കേട്ടുകൊള്ളുക. ഇതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ? സാത്വികമായ ബുദ്ധിയേത്, താമസികമായ ബുദ്ധിയേത്, രാജസികമായ ബുദ്ധിയേത്, ഇതൊക്കെയുള്ളത് അടുത്ത ശ്ലോകങ്ങളിലാണ് ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.